കീർത്തി, എറണാകുളം ജില്ലയിലെ സാഹചര്യം എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ആലുവയിൽ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറിയതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? ഷമി, എറണാകുളം ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. ഇടവിട്ട നേരങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ നേരിയ തോതിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പെയ്ത ശക്തമായ കാറ്റിലും മഴയിലും പള്ളിക്കരയിൽ ഒരു വീട്ടിൽ മണ്ണിടിഞ്ഞ് വീഴുകയുണ്ടായി. അവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുറിയിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. 2 മുറികൾ, മുട്ടൻതൊട്ടിൽ ജോമോൻ എന്ന് പറയുന്നയാളുടെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. അവിടുത്തെ 2 മുറികൾ പൂർണ്ണമായും തകർന്നു. വീട്ടിലെ ഉപകരണങ്ങളെല്ലാം തന്നെ നശിച്ച ഒരു നിലയിലാണ്. അങ്ങനെ തന്നെയാണ് മറ്റിടങ്ങളിലും നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുകയുണ്ടായി. നിരവധി വീടുകൾ തകർന്നു. 31ഓളം വീടുകളാണ് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ തകർന്നത്. ഈ മരങ്ങൾ കടപുഴകി വീഴുമ്പോൾ അവിടെയൊക്കെ തന്നെ ഗതാഗത തടസ്സവും രൂപപ്പെടുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ പ്രധാനമായുള്ളൊരു സ്ഥിതിയും അതാണ്. വെള്ളക്കെട്ട് അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു അതിശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങൾ വീണാലോ അല്ലെങ്കിൽ തന്നെ ഒരു ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആളുകൾക്ക് പോകാനും വരാനും ഒക്കെ തന്നെ ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് പോകാനും വരാനും ഒക്കെ തന്നെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സ്ഥിതിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. മറ്റൊന്ന് നേരത്തെ ഷമി സൂചിപ്പിച്ചതാണ്, പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ആലുവ ശിവക്ഷേത്രം കഴിഞ്ഞ ദിവസം മുങ്ങിയിരുന്നു. നമുക്ക് അറിയാം, ആലുവ ശിവക്ഷേത്രം ശക്തമായ മഴയിൽ മുങ്ങുമ്പോഴാണ് അവിടെ ആറാട്ട് മഹോത്സവം നടക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം നടന്നു. പെരിയാറിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ളൊരു സാധ്യത കൂടി കണക്കിലെടുത്ത് അവിടെയൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും അണക്കെട്ടുകൾ തുറന്നതിനാൽ പെരിയാർ തീരത്തുള്ളവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 81 മില്ലിമീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 31ഓളം വീടുകൾ തകർന്നു. നഗരത്തിൽ മാത്രം 5ഇടത്താണ് മരം വീണത്. മട്ടാഞ്ചേരിയിൽ നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു കെട്ടിടം തകരാറായി നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ, ഒരു അപകടാവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ പൂർണ്ണമായും തകരാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇവിടെ എത്ര ശക്തമായ മഴയുണ്ടായാലും അതിനെ നേരിടാൻ ജില്ലാ ഭരണകൂടം സജ്ജമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തീരദേശത്തുള്ള പ്രശ്നമാണ്. അവിടെ കടൽക്കയറ്റം രൂക്ഷമാണ്. ചെല്ലാനത്ത് ടെട്രാപോഡുകൾ നിർമ്മിച്ചതുകൊണ്ട് തന്നെ അവിടെ കാര്യമായ പ്രശ്നമില്ല. എങ്കിൽ കണ്ണമാലിയിലും ഒപ്പം തന്നെ എടവനക്കാട്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം നടന്ന പ്രദേശത്ത് തീരദേശ പ്രദേശമായ എടവനക്കാടൊക്കെ തന്നെ കടൽക്കയറ്റം രൂക്ഷമാണ്. ശക്തമായ മഴയിൽ കടൽക്കയറ്റം നിൽക്കുന്ന ഒരു സാഹചര്യം. മഴയുടെ വിവരങ്ങളാണ് കീർത്തി നൽകിയത്.